24 സൂപ്പർ എക്സ്ക്ലൂസീവ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി മറയാക്കി 300 കോടിയുടെ തട്ടിപ്പിന് നീക്കം നടത്തിയ പ്രതി സൽമാനുൽ ഫാരിസ് സിനിമാ താരങ്ങളെയും ചതിക്കുഴിയിൽ വീഴ്ത്താൻ ശ്രമിച്ചു. സൽമാനിൽ നിന്നുണ്ടായ ദുരനുഭവം തെന്നിന്ത്യൻ നടി നേഹ സക്സേന 24നോട് വെളിപ്പെടുത്തി. പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ മോർഫ് ചെയ്ത നഗ്ന ദൃശ്യങ്ങൾ ഇമെയിൽ വഴി അയച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ മറവിൽ 300 കോടി തട്ടിയെടുക്കാൻ വ്യാജരേഖയുണ്ടാക്കിയ കേസിലാണ് മലപ്പുറം സ്വദേശിയായ സൽമാനുൽ ഫാരിസ് അറസ്റ്റിലായത്. സൽമാനുൽ ഫാരിസ് മുൻപും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ വലയിലാക്കാൻ ശ്രമിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെന്നിന്ത്യൻ താരം നേഹ സക്സേന നടത്തിയത്. 2016 കേരളത്തിൽ നടന്ന ഒരു പരസ്യചിത്ര ഷൂട്ടിൽ സൽമാന്റെ മകൾ അഭിനയിക്കാനെത്തിയപ്പോഴാണ് ആദ്യമായി നേഹയെ സൽമാൻ കാണുന്നത്. പ്രിൻസ് റിയാൻ സൽമാൻ ബിൻ സെയ്ദ് അൽ മക്തൂം എന്ന വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയച്ചു. ആഗോള ബ്രാൻഡിന്റെ പരസ്യത്തിൽ അംബാസിഡർ ആകണമെന്നാവശ്യപ്പെട്ടായിരുന്നു മെസ്സേജ്. പിന്നാലെ 4 ദിവസത്തിന് ശേഷം സൽമാനുൽ ഫാരിസ് എന്നയാൾ ബോസിന് വേണ്ടിയെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടു. രണ്ടും ഒരാളാണെന്നും തട്ടിപ്പാണെന്നും മനസ്സിലാക്കിയതോടെ മലപ്പുറം പോലീസിൽ ഓൺലൈനായി പരാതി നൽകി. ഹായ് മാം, യു ആർ മൈ ബോസ് ഫ്രണ്ട്. എന്റെ ബോസിന്റെ പേരാണ് പ്രിൻസ് റിയാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹി ഈസ് ഓൾസോ സംവെയർ കണക്റ്റഡ് വിത്ത് ദിസ് മാൻ പ്രിൻസ് റിയാൻ, ഓർ ഹി ഈസ് ദ സെയിം പേഴ്സൺ. നിരവധി പെൺകുട്ടികളെ സൽമാൻ ട്രാപ്പിലാക്കി പണം തട്ടിയിട്ടുണ്ട്. ഒരു ഗുജറാത്തി പെൺകുട്ടിയെയും ഇതേ രീതിയിൽ സൽമാൻ കബളിപ്പിച്ചു. മുഹമ്മദ് ബിൻ അലി എന്ന ഖത്തർ സ്വദേശിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. മുഹമ്മദ് ബിൻ അലിയെ കണ്ടെത്തി ഇക്കാര്യം അറിയിച്ചിരുന്നതായും നേഹ സക്സേന പറയുന്നു. ഇക്കാര്യങ്ങൾക്ക് പിന്നാലെ ഇമെയിൽ വഴി തന്റെയും മാതാവിന്റെയും മോർഫ് ചെയ്ത നഗ്ന ദൃശ്യങ്ങൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്നതായും നേഹ സക്സേന. Same to same emails I am getting. If you do not cooperate with us, we will rape you, we will kidnap you, we will give you to a terrorist camp, we will kill your mother, and we will destroy your career. പിന്നെ അതിന്റെ അറ്റാച്ച്മെന്റ്സിലെ എന്റെ അമ്മയുടെ മോഫ്റ്റ് ഫോട്ടോസ് ആൻഡ് ഒരു AI ജനറേറ്റഡ് വീഡിയോസ് അത് അറ്റാച്ച്ഡ് ആണ്. നേഹ സക്സേനയുടെ വെളിപ്പെടുത്തലിലും പോലീസ് വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാജരേഖാ കേസിൽ അറസ്റ്റിലായ സൽമാനുൽ ഫാരിസ് നിലവിൽ റിമാൻഡിലാണ്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.